ഹലോ വെൽക്കം ബാക്ക്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ പ്രോസസ്സിലായിരുന്നു. ഫസ്റ്റ് സെമസ്റ്റർ BCom BBA മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഒപ്പം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറാണ്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തൊട്ട് സീനിയേഴ്സ് അവർ 2019 എഴുതിയ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറും തമ്മിൽ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ചോദ്യങ്ങളുടെ ഒരു രീതിയിൽ അല്പം വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇത് രണ്ടും ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് രീതിയിലും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ക്വസ്റ്റ്യൻസ്. നമുക്കിനി നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവുകയാണെങ്കിൽ പാർട്ട് എയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ गंगा मैया का रचनाकार कौन है? नदी के लिए कौन सी उपमा शोभा देती है? अब വളരെ स्ट्रेट क्वेश्चन ആണ്. गंगा मैया का रचनाकार काका कालेलकर जी हैं. नदी के लिए कौन सी उपमा शोभा देती है? नदी के लिए माता की उपमा शोभा देती है. നെക്സ്റ്റ് പാർട്ട് എയിൽ തന്നെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഗംഗ ക്യോ ആര്യ ജാതിക്ക്. അത് വളരെ ക്ലിയർ ആയിട്ട് എസ്സേയിൽ പറയുന്നുണ്ട്. गंगा मैया आर्य जाति की माता है. क्योंकि आर्यों के बड़े बड़े साम्राज्य इसी गंगा नदी के तट पर स्थापित हुए हैं. कुरु पांचाल देश का अंग बंगादी देशों के साथ गंगा ने ही सहयोग किया है. അതുകൊണ്ട് തന്നെ गंगा आर्य जाति की माता कहलाती है. पार्ट बी 16th क्वेश्चन पठित निबंध के आधार पर गंगा नदी के महत्व पर प्रकाश डालिए. ഈ വായിച്ച എസ്സേയിൽ നിന്ന് ഈ പഠിച്ച എസ്സേനെ ബേസ് ചെയ്ത് ഗംഗാ നദിക്ക് മെഹത്വ പർ പ്രകാശ് ഡാലിയെ. ഇതിൽ ഹോൾ ഗംഗാ നദിയുടെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. എന്തൊക്കെയാണ് പറയുന്നത്? എടുത്തു പറയുന്നുണ്ട്. ഗംഗാ നദി अन्य नदियों की तुलना में सर्वाधिक प्रसिद्ध, पूजनीय तथा सांस्कृतिक धार्मिक महत्व की नदी है എന്ന് മാത്രമല്ല ഗംഗാ നദിയുടെ മഹത്വ പല കാര്യങ്ങളിലും പറയുന്നുണ്ട് അല്ലേ. എന്തൊക്കെ കാര്യങ്ങളിൽ? ഗംഗ മറ്റ് നദികളെ പോലെ ജീവൻദായിനിയാണ്, അമ്മയെ പോലെയാണ്, അതുകൊണ്ട് മാതാ തുല്യാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിലുപരി ഗംഗ ആര്യജാതിയുടെ മാതയാണ്. ആര്യജാതിനെ ഇവിടെ ആര്യവംശജരെ ഇവിടെ സെറ്റിൽ ചെയ്യാൻ സഹായിച്ച ഗംഗയാണ്. അത് മാത്രമല്ല गंगा का महत्व केवल फसलों को सींचने, व्यापार, आवागमन आदि के लिए नहीं है, बल्कि वाल्मीकि, बुद्ध, महावीर, അശോക്, സമുദ്രഗുപ്ത്, കബീർ ആദി ഇവരെല്ലാവരെയും വളർത്തി വലുതാക്കി ഇവർക്കെല്ലാവർക്കും ഒരു പുഷ്പിച്ച് വളരാനുള്ളൊരു ഭൂമിയായിട്ടാണ് ഗംഗയുടെ മടിത്തട്ടിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഗംഗ ബഹുത് ഹി മെഹത്വപൂർണ്ണ നദി ഹൈ. പാർട്ട് സിയിൽ 26 ക്വസ്റ്റ്യൻ ഗംഗാ മയ്യ നിബന്ധ കാ സാരാംശ് ലിഖി. അത് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തതാണ്. ഹോൾ ഗംഗാ മയ്യ നിബന്ധിൽ അതിൻ്റെ സാരാംശം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ സമ്മറി, ഷോർട്ട് സമ്മറി അത് എഴുതുക. സാരാംശം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ സമ്മറി എഴുതുക. അപ്പോൾ അത് ഗംഗാ മയ്യ നിബന്ധിൻ്റെ സമ്മറി എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ भविष्य ये युवा हमें वृद्धाश्रम के अलावा क्या देंगे? महास्वार्थी है या पीढ़ी? ये पंक्तियाँ किस रचना से उद्धृत है? ഈ ഒരു ഡയലോഗ് അപ്പോൾ നോക്കി. യൂണിവേഴ്സിറ്റി എക്സാമിന് മോഡൽ എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഇല്ലായിരുന്നു. ഒരു ഡയലോഗ് തന്നിട്ട് അത് ഏത് ചാപ്റ്ററിൽ നിന്നാണെന്ന് ചോദിക്കുന്നു ഇവിടെ. അപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിൽ ഇങ്ങനെ പ്രതീക്ഷിക്കാം. അനോട്ടേഷൻ ടൈപ്പ് ഈ ഒരു സെൻറ്റൻസ് തന്നിട്ട് ഇവിടെ ഏത് സെൻറ്റൻസാണ്? യേ യുവ ഹമേ വൃദ്ധാശ്രം കെ അലാവ ക്യാ ദേംഗെ? മഹാസ്വാർത്ഥി ഹേ യ പീഡി. ഇത് ബിഗഡേൽ ബച്ചെ എന്നുള്ള സ്റ്റോറിയിൽ നിന്നാണ്. ആ ട്രെയിൻ യാത്ര ചെയ്യുന്ന 3 കുട്ടികളെ പറ്റി ഓപ്പോസിറ്റിലിരിക്കുന്ന ഡോക്ടറിൻ്റെ ഭാര്യ, ഡോക്ടർ അവരെല്ലാവരും അവകാശപ്പെടുന്ന ഒരു സെൻറ്റൻസാണ്. ഈ കുട്ടികൾ നമ്മളെ ഓൾഡ് ഏജ് ഹോമിൽ തള്ളുകയുള്ളൂ. ഈ ജനറേഷനിലെ കുട്ടികൾ ഈ മഹാസ്വാർത്ഥി ഹേ, ഇവർ ഭയങ്കര സെൽഫിഷ് ടൈപ്പ് കുട്ടികളാണ്. ഇസ് രചന കാ ലേഖക് കോൻ ഹേ? അപ്പോൾ ഇസ് രചന കാ ലേഖക് ആരാണ്? മനീഷ കുൽശ്രേഷ്ഠ്. മനീഷ കുൽശ്രേഷ്ഠിൻ്റെ ഒരു ഇൻ്റർവ്യൂവും കഴിഞ്ഞ അങ്ങേ വർഷം നമ്മുടെ ഇവിടെ വന്നപ്പോൾ ഉള്ള ഒരു ഇൻ്റർവ്യൂവും ബാത്തോ ഹി ബാത്തോമേ എന്ന് പറഞ്ഞ ചാനലിൽ അപ്ലോഡഡ് ആണ് കേട്ടോ. ഇവരൊക്കെ കണ്ടംപററി റൈറ്റേഴ്സാണ്. ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന വലിയ എഴുത്തുകാരാണ്.
പിന്നീട് ഫിഫ്ത്ത് ക്വസ്റ്റിനും ബിഗ്ഡേൽ ബച്ചനെ ബേസ് ചെയ്താണ്. ബിഗ്ഡേൽ ബച്ചയ്ക്ക് ലേഖിക कैसे घायल हो जाती है. ആ ട്രെയിൻ യാത്രയിൽ ഡൽഹി ടു ജയ്പൂർ ആയിരുന്നു ആ ലേഖിക പോകാനിരുന്നത്. പക്ഷേ അൽവാറിലെത്തിയപ്പോൾ അവർ മിൽക്ക് കേക്ക് വാങ്ങിക്കാൻ മകൾക്ക് കൊടുക്കാൻ വേണ്ടി മിൽക്ക് കേക്ക് വാങ്ങിക്കാൻ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുകയും വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു വരുന്ന സമയത്ത് ട്രെയിൻ പെട്ടെന്ന് വിട്ടുപോവുകയും അവരവിടെ വീണ് ഘായലാകുകയും ചെയ്യുന്നു. മൂവിങ് ഓൺ ടു പാർട്ട് ബി. 23rd क्वेश्चन. बिगड़ैल बच्चे के आधार पर युवा पीढ़ी के संबंध में बुजुर्गों के दृष्टिकोण का परिचय दीजिए. 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്നുവെച്ചാൽ ബിഗ്ഡേൽ ബച്ചെ സ്റ്റോറീനെ ബേസ് ചെയ്ത് ഇന്നത്തെ ഒരു ന്യൂജൻ കുട്ടികളെ പറ്റി പ്രായമായവർക്ക് എന്താണ് അവരുടെ ദൃഷ്ടികോൺ. ബുജുർഗ് എന്ന് വെച്ചാൽ മുതിർന്നവർ. പ്രായമായവരുടെ ദൃഷ്ടികോൺ എന്താണ്, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് ഈ ന്യൂജൻ കുട്ടികളെ പറ്റി. അപ്പം ന്യൂജൻ കുട്ടികളെ പറ്റി ഈ സ്റ്റോറിയിൽ പറയുന്നത് അവർ വളരെ കെയർ ഫ്രീ ആയിട്ട് കെയർലെസ് ആയിട്ട് ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു ലക്ഷ്യബോധം ഇല്ലാത്ത ഒരു കൂട്ടരെന്നാണ് വിചാരിച്ചിരുന്നത്. അവരുടെ ആറ്റിറ്റ്യൂഡ് അതാണ്. അവർ കൂടിപ്പോയ പ്രായമായ അച്ഛനെയും അമ്മയും വൃദ്ധാശ്രമത്തിൽ കൊണ്ടാക്കിയിട്ട് അവരവരുടെ ലൈഫ് എൻജോയ് ചെയ്യും, അത്രയേ ഉള്ളൂ. അവർക്കൊന്നിനോടും ഒരു ബാധ്യതയില്ല, ഒന്നിനോടും ഒരു കടപ്പാടുമില്ല. പിന്നെ അവരുടെ രീതികളൊക്കെ തന്നെ കണ്ടില്ലേ, ക്യാമറ ഒരു വശത്തിടുന്നു, അവർ ഭയങ്കര മാഗസിൻസൊക്കെ അവിടെ എവിടെയും വലിച്ചെറിയുന്നു, വേഷം വരെ ഡ്രസ്സ് വളരെ റിവീലിംഗ് ആയിട്ടുള്ള ഡ്രസ്സായിരുന്നു ആ പെൺകുട്ടി ഇട്ടിരുന്നത്. അപ്പോൾ ഇതെല്ലാം കൊണ്ടും ഈ കുട്ടികൾ പ്രത്യേകിച്ച് ലക്ഷ്യബോധമൊന്നുമില്ലാത്ത കുട്ടികളാണെന്ന് ആസാ ദൃഷ്ടികോൺ കിസ്കാ ഹെ, ബുജുർഗോം കാ ഹെ, ആയവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അതാണ്. പാർട്ട് സിയിൽ 25th ക്വസ്റ്റ്യൻ. ബിഗ്ഡേൽ ബച്ചെ കഹാനിക്ക് സമീക്ഷ കീജിയെ. നോക്കൂ, സാരാംശ് ലിഖിയെ ഡിഫറെൻ്റ് ആണ്, സമീക്ഷ കീജിയെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഡിഫറെൻ്റ് ആണ്. സമീക്ഷ മീൻസ് സമഗ്ര രൂപ് സെ വീക്ഷൺ കർണ, മത്ലബ് കി സമഗ്രമായിട്ട് അതിനെ വീക്ഷിച്ചിട്ട് അതിനെപ്പറ്റിയുള്ള ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങും എഴുതണം. അപ്പം ബിഗ്ഡേൽ ബച്ചയ്ക്ക് കഹാനി മാത്രം എഴുതിയാൽ പോരാ, ആ സ്റ്റോറീനെ ബേസ് ചെയ്ത് ഇപ്പോൾ ക്രിസ്ത്യൻസ് എല്ലാം ഇങ്ങനെയാണെന്ന് അതിലൊരു അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ ഹിന്ദു കുട്ടികൾ വളരെ അച്ചടക്കത്തോടെ വളരുന്ന കുട്ടികളാണ്, അവരെ വളർത്തുന്നത് അങ്ങനെയാണ്. പക്ഷെ ഇവരെ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുന്നു. ഇവരൊരു ടൂറിന് പോകുന്നു, മാതാപിതാക്കൾ കൂടെയില്ല, ഒരു ചെറുപ്പക്കാരി പെണ്ണ് യുവാക്കളുടെ കൂടെ പോകുന്നു. അപ്പോൾ അതെല്ലാം ഇതിൽ പറയുന്നുണ്ട്. അവസാനം ഇവർ ആ ഹിന്ദു ഡോക്ടറും വൈഫും ഈ റൈറ്റർ വീണപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ കൂട്ടാക്കിയില്ല. ഈ കുട്ടികൾ അവരുടെ യാത്ര മുടക്കിയിട്ട് അവർ ടൂർ പോകുമായിരുന്നു, അവരുടെ യാത്ര ബ്രേക്ക് ചെയ്തിട്ട് ഈ ലേഡിയെ ഹെൽപ്പ് ചെയ്യുന്നു. അതെല്ലാം ഈ സമീക്ഷയിൽ പറയാം. പിന്നീട് ഒരു കാര്യവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മുടെ കുട്ടികളെ വളരെ സ്ട്രിക്റ്റായിട്ട് വളർത്തുമ്പോൾ, വളരെ അച്ചടക്കത്തോടെ വളർത്തുമ്പോൾ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ, ഇവിടുത്തെ റൈറ്റർ പറയുന്നുണ്ട് അവരവരുടെ മോളെ വളർത്തിയ കാര്യം. മോളെ MBA ഭയങ്കര ഹൈ മാർക്കായിരുന്നു, പക്ഷേ മോളെ ഒറ്റയ്ക്കൊരു ടൗണിൽ ജോലിക്ക് വിടാൻ പോലും ഇവർക്ക് ധൈര്യമില്ലായിരുന്നു. ഇവർ പകരം ചെയ്തത് ഒരു വലിയ പണക്കാരൊരു ഫാമിലിയിൽ വിവാഹം ചെയ്തയക്കുകയാണ്. പക്ഷേ വിവാഹത്തിന് ശേഷം ഓരോ പൈസയ്ക്കും വേണ്ടി മോളിപ്പം ഹസ്ബൻഡിൻ്റെ അടുത്ത് കെഞ്ചേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. എന്ന് മാത്രമല്ല മോളിപ്പോൾ ഒട്ടും സ്മാർട്ടുമല്ല. തൻ്റെ മക്കളെയും കൊണ്ട് കുടുംബ വീട്ടിലേക്ക് വരാനുള്ള ധൈര്യം പോലും മോക്കില്ല. ആ മോളെ വിളിക്കാനാണ് ഈ ലേഡി അങ്ങോട്ട് ജയ്പൂരിലേക്ക് പോകുന്നത്. ഇതെല്ലാം ഈ കഹാനിയുടെ സമീക്ഷയിൽ ഉൾപ്പെടുത്തും. पार्ट ए 3rd क्वेश्चन. ऋषिकेश मुखर्जी के साथ 2.5 दिन का रचनाकार कौन है. ആരാണ് രചനാകാർ? മനോഹർ ശ്യാം ജോഷി. യഹ കിസ് വിധ की ഗദ്യ രചന है. ഇത് ഏത് വിധയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് സംസ്മരണാണ്. ദെൻ 12th ക്വസ്റ്റ്യനും ഋഷികേശ് മുഖർജിനെ ബേസ് ചെയ്താണ്. ഋഷികേശ് മുഖർജി കെ സാത്ത് 2.5 दिन കിസ് ഗ്രന്ഥ സെ ഉദ്ധൃത് है. അപ്പോൾ ഇതറിയണമെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ ഫ്രണ്ടിൽ അതിന് തൊട്ട് മുമ്പ് പാഠ് സാർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു അത് വായിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന്. അപ്പോൾ അവിടെയാണ് ഈ ഒരു പർട്ടിക്കുലർ ഓർമ്മക്കുറിപ്പ് ഋഷികേശ് മുഖർജി കെ സാത്ത് 2.5 दिन അതേത് ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തതാണ്? അത് ബാത്തോം മേ എന്ന സംസ്മരൺ പുസ്തകത്തിൽ നിന്ന്, മനോഹർ ശ്യാം ജോഷിയുടെ സംസ്മരൺ പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ്. ലേഖക് കിസ് ഉദ്ദേശ്യ സെ മുഖർജി സെ മിൽനെ ഗയാ. ലേഖക് എന്ത് ഉദ്ദേശത്തോടെയാണ് മുഖർജിയെ കാണാൻ ചെന്നത്? ലേഖക് അർത്ഥാത് മനോഹർ ശ്യാം ജോഷി अपने कथा को सिनेमा में बदलने के लिए, अपनी कथा को ऋषिकेश मुखर्जी को सुनाने के लिए गया था. തൻ്റെ കഥ സിനിമയിൽ തിരക്കഥയായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഋഷികേശ് മുഖർജിയുടെ അടുത്ത് മനോഹർ ശ്യാം ജോഷി പോയത്. सेम वे पार्ट बी 17 क्वेश्चन. ऋषिकेश मुखर्जी की चरित्रगत विशेषताएं क्या क्या हैं?
അവരുടെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ, ചരിത്രഗത് വിശേഷത എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ പ്രത്യേകതകൾ, ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഒന്നാമത് വളരെ വർക്കഹോളിക് ആയിരുന്നു, രോഗത്തിനെ വകവെക്കാതെ ജോലി ചെയ്യുമായിരുന്നു. एक ही समय में 4 या 5 फिल्म डायरेक्ट करते थे. वो बीमार थे फिर भी डायरेक्ट करते थे. പിന്നെ കാഫി പെർഫെക്ഷനിസ്റ്റ് थे. ഏതെങ്കിലും ഒരു സീനിൽ ഇങ്ങനെ വേണം എന്ന് ഉദ്ദേശിച്ചാൽ പിന്നെ അത് നടന്നില്ലെങ്കിൽ ദേഷ്യപ്പെടുമായിരുന്നു. നല്ല വൈഡ് റീഡിംഗ് ഉള്ള വ്യക്തിയായിരുന്നു ഇദ്ദേഹം. മനോഹർ ശ്യാം ജോഷി ഒരു ജീനിയസ് റൈറ്ററായിരുന്നു. പക്ഷേ ഇദ്ദേഹം ഒരു ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഒരാൾ ഇത്രയധികം വായനാശീലമുള്ള ആളാണെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇദ്ദേഹം ഏത് അമേരിക്കൻ നോവലിൻ്റെ കഥ പറയുന്നു അത് അദ്ദേഹം വായിച്ചിട്ടുണ്ട്. ഋഷികേശ് മുഖർജി വായിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ആ പഴയ സിനിമകളുടെ ഓരോ ഷോട്ട് വരെ അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. ഇതെല്ലാം ഋഷികേശ് മുഖർജിയുടെ ചരിത്രഗത് വിശേഷതയാണ്. അതുപോലെ സിനിമ യൂണിറ്റിലുള്ള എല്ലാവരെയും തൻ്റെ കുടുംബത്തെ പോലെ കാണുക, അവർക്ക് വേണ്ടി അവരെ കരുതുക. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വൈഫ് മരിച്ച് ഒറ്റയ്ക്ക് ജീവിക്കുന്ന സമയത്ത്, പ്രായമായ സമയത്ത് ഇദ്ദേഹത്തിനെ നോക്കാൻ വേണ്ടി ഗുജറാത്തിൽ നിന്നൊരു പ്രായമായ സ്ത്രീ വരുന്നു. അപ്പോൾ ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ ചരിത്രഗത് വിശേഷതയാണ്. പിന്നെ ഇടയ്ക്ക് ഈ അലോപ്പത്തി മരുന്ന് കഴിക്കാതിരിക്കുക, ശാഠ്യം പിടിക്കുക, അതെല്ലാം ഇതിൽ പറയാം. പാർട്ട് സിയിൽ ഋഷികേശ് മുഖർജിയെ പറ്റി ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 4th വൺ സ്ത്രീ जो एक त्वचा है ഉള്ളതാണ്. हर विज्ञापन में यहाँ तक कि टायर या पेंट के विज्ञापन में स्त्री बैठा दी गई है. ये पंक्तियाँ किस रचना से उद्धृत है? द स्त्री जो एक त्वचा है, इसका रचनाकार कौन है? इसका रचनाकार हिंदी के प्रमुख आलोचक सुधीश पचौरी जी हैं. पार्ट बी 19th क्वेश्चन, स्त्री जो एक त्वचा है निबंध का उद्देश्य स्पष्ट कीजिए. എന്തുവാണ് അങ്ങനത്തെ ഒരു നിബന്ധൻ്റെ ഉദ്ദേശം? അത് അങ്ങനത്തെ ഒരു വ്യംഗ്യരചന എന്തിനാണ് എന്ന് വെച്ചാൽ, സ്ത്രീ ത്വച സെ ആകെ ഭി ബഹുത് കുച്ച് ഹൈ, സ്ത്രീ കേവൽ ത്വച നഹീ ഹൈ, അതാണ് അതിൻ്റെ മെയിൻ ഉദ്ദേശം അല്ലേ. സ്ത്രീ കാ ഗോരാ ദിഖന, സുന്ദർ ദിഖന, ആകർഷക് ദിഖന, ये सब मात्र ज़रूरी नहीं है. स्त्री उससे आगे एक अच्छा व्यक्तित्व रखने वाली नारी होनी चाहिए. स्त्री का व्यक्तित्व एक अलग मायने में आंका जाना चाहिए. എഴുത്തും വായനയും അറിയുന്ന സ്ത്രീ, അറിവുള്ള സ്ത്രീ, മറ്റുള്ളവരോട് അനുകമ്പയുള്ള സ്ത്രീ, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന, അങ്ങനത്തെ ഒക്കെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും സ്ത്രീയിൽ ഇവർ കാണിക്കുന്നില്ല. വെളുത്തിരിക്കണം, തൊലി വെളുപ്പ് മാത്രമാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അത് വാർത്തുടയ്ക്കുക, അത് ഉടച്ചു മാറ്റുക, അത് സമൂഹത്തിൽ നിന്ന് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് തുടച്ചു മാറ്റുക, അതാണ് ഈ ഒരു നിബന്ധൻ്റെ ഉദ്ദേശം. സി പാർട്ടിൽ സ്ത്രീ ജോ एक त्वचा है ഒരു ക്വസ്റ്റ്യൻസും ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6th വൺ റസിയയിൽ നിന്നാണ്. ബച്പൻ में राम ऋषि बेनीपुरी को क्यों मेले पेठिए में जाने नहीं दिया जाता था? ചെറുപ്രായത്തിൽ രാം ഋഷി ബേനിപുരിനെ ഈ ഉത്സവങ്ങളിലൊന്നും വിടാത്ത എന്തായിരുന്നു? കാരണം ഏക് ബാർ വോ ഖോ ഗയേ ഥേ. ഒരിക്കൽ ഇങ്ങനെ ഉത്സവത്തിന് പോയി, ഏതോ ഒരു പെൺകുട്ടി ഈ ഒരു കുട്ടിയെ കണ്ട് പൊക്കിയെടുത്ത് ആ പെൺകുട്ടി ഈ കുഞ്ഞിനെ അങ്ങ് കൊണ്ടുപോയി. അങ്ങനെ എല്ലാവർക്കും ടെൻഷനായി. അതുകൊണ്ട് തന്നെ രാം ഋഷി बेनीपुरी को बचपन में मेले वगैरह में जाने नहीं दिया जाता था. अगेन 11th क्वेश्चन, जब जब भेंट होती मैं पाता उसके शरीर में नए नए विकास हो रहे हैं, शरीर में और स्वभाव में भी. നോക്കിയ പിന്നെയും അനോട്ടേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഒരു ഡയലോഗ് തന്നിട്ട് അത് ഏത് ചാപ്റ്ററിൻ്റെയാണ് ചോദിക്കുന്നുണ്ട്. जब जब भेंट होती मैं पाता उसके शरीर में नए नए विकास हो रहे हैं. ഞാൻ അവളെ കാണുമ്പോൾ അവളുടെ ശാരീരിക വളർച്ച ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. ഓരോ പ്രാവശ്യവും ഓരോ രീതിയിൽ അവൾ വളർച്ച പ്രാപിക്കുകയാണ്. ശരീരമേ ഓർ സ്വഭാവമേ ബി, അവിടെ സ്വഭാവത്തിലും അവിടെ ഫിസിക്കൽ അപ്പിയറൻസിലും. ഇതെന്തിലാണ്? യह प्रसंग किस रचना का है? रसिया से लिया गया है. लेखक इस प्रसंग में किसका वर्णन कर रहा है? रसिया के शारीरिक विकास और उसके स्वभाव के परिवर्तन के बारे में लेखक यहाँ वर्णन. पार्ट बी क्वेश्चन 20, रसिया के साथ लेखक की पहली मुलाकात का परिचय दीजिए. ഏറ്റവും ആദ്യം ലേഖക് റസിയെ കാണുന്നത് എപ്പോഴാണ്? ജബ് വോ സ്കൂൾ സെ ദോഡ് കറാ. വളരെ ക്ലിയർ ആയിട്ട് ആ കഥയിൽ പറയുന്നുണ്ട്. ലേഖക് കൊച്ചുകുട്ടിയായിരുന്നു, സ്കൂളിൽ നിന്ന് ഓടി വന്ന് കുഞ്ഞമ്മ തന്ന ഭക്ഷണ പദാർത്ഥം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ചുടിഹാറിൻ്റെ ഓരം പറ്റി നിൽക്കുന്ന ഒരു കൊച്ചുകുട്ടി ഇവരെ തന്നെ, ലേഖകനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു സീനാണ്. അതാണ് ഫസ്റ്റ് അവരുടെ
ഒരു മുലാഖാത്ത്, അതാണ് അവരുടെ പെഹലി മുലാഖാത്ത്. ആ ഒരൊറ്റ മുലാഖാത്തിൽ തന്നെ റസിയയോട് ഈ ഒരു ലേഖകനൊരു അട്രാക്ഷൻ തോന്നിയിരുന്നു. अगेन पार्ट सी क्वेश्चन 24 रसिया की चारित्रिक विशेषताओं का उल्लेख कीजिए. അപ്പോൾ ഇത് ഹോൾ റസിയയുടെ ഒരു ക്യാരക്ടറിനെ പറ്റിയാണ് വർണ്ണിക്കേണ്ടത്. ഇപ്പോൾ ഒരു എസ്സേയിൽ റസിയയുടെ ക്യാരക്ടർ തന്നെ എഴുതുക എന്ന് വെച്ചാൽ ഒരുപാട് എഴുതേണ്ടി വരും. റസിയയുടെ ബച്പൻ സെ ലേക്കർ, ആദ്യം അതിൻ്റെ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് തൊട്ട് തുടങ്ങാം. റസിയയുടെ നീല കണ്ണുകൾ, തെളിഞ്ഞ ഗോരാമുഖ്, പിന്നെ മുഖത്തോട്ട് തൂങ്ങിക്കിടക്കുന്ന ആ കുറച്ച് മുടി, അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് മാറ്റുന്ന റസിയ, അമ്മയുടെ ഒരു ഷാഡോ ആയിട്ട് വരുന്ന റസിയ, പിന്നീട് സ്വയം വള വിൽപ്പനയിൽ പ്രാഗൽഭ്യം നേടുന്ന റസിയ വളയിടുന്നത് എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു. പുരുഷന്മാരും സ്ത്രീകളും അത് ആസ്വദിക്കുമായിരുന്നു. അതിനുശേഷം ഹസൻ കെ സാത്ത് വിവാഹിത് ഹോനെ വാലി റസിയ, പിന്നെ അങ്ങനെ റസിയയുടെ എല്ലാ കാര്യങ്ങളും വയസ്സാവുമ്പം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ പറയാം. നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ, മായ്തി ബാസാർ की क्या विशेषता है. മായ്തി ബാസാർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ചേരാപുഞ്ചി സെ ആയാ ഹൂ എന്ന യാത്രാ വൃത്താന്തത്തിലുള്ള ഒരു മാർക്കറ്റിനെ പറ്റിയാണ്. അമ്മയുടെ മാർക്കറ്റ്, മാ കാ ബാസാർ അല്ലെങ്കിൽ മായ്തി ബാസാർ, ജഹാ സഭി चीज़ें बेचने वाली औरतें ही होती हैं. वहाँ के एक संस्कृति का भाग है. सभी स्त्रियाँ वहाँ जाना पसंद करती हैं माइती बाज़ार में, मणिपुर में. 9th क्वेश्चനും चिरापुंजी से आया हूँ എന്ന ചാപ്റ്ററിൽ നിന്നാണ്. 3 पर्वतीय अंचलों में बटा हुआ मेघालय. ये 3 पर्वतीय अंचल कौन कौन से हैं. चिरापुंजी से आया हूँ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പേജ് 94 3 पर्वतीय अंचलों में बटा है मेघालय. खासी पर्वत, गारो पर्वत और जयंतिया पर्वत. ഈ 3 पर्वतനെ ബേസ് ചെയ്ത് പറയുന്നുണ്ട്. ഖാസി, ഗാരോ और ജയന്തിയ. अगेन 10th क्वेश्चन सेम चैप्टर निन्नाണ്. मेघालय के 50% से भी कम गांवों में बिजली पहुंची है. इसका क्या कारण है. മേഘാലയയിൽ ഇത്രയധികം മഴ പെയ്യുന്ന ഒരു സ്ഥലമായിട്ട് കൂടി വെള്ളത്തിൻ്റെ ലഭ്യത ഇത്രയധികം ഉണ്ടായിട്ടും 50% കുറവ് ഗ്രാമങ്ങളിലാണ് ഇലക്ട്രിസിറ്റി എത്തിയതെന്ന് ആ കൂടെ വന്ന സാങ്മ പറയും. അതിൻ്റെ റീസൺ എന്താണ് പറയുന്നത്. അവിടുത്തെ ആദിവാസി മേഖലയിലൂടെ ഈ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാനുള്ള ആ ഒരു തൂണ് കുഴിക്കുന്നതിൽ അവർ എതിർപ്പാണ്. അവർ പറയുന്നത് സർക്കാർ അങ്ങനെ തൂണ് കുഴിക്കുവാണെങ്കിൽ അവരുടെ വസ്തുവിന് ഇങ്ങോട്ട് റെൻറ്റ് തരണം, അവർ പൈസ തരണം സർക്കാർ. അത് കാരണം ഈ ഇലക്ട്രിസിറ്റി എല്ലാ ഗ്രാമങ്ങളിലും ഇപ്പോഴും എത്തിയിട്ടില്ല, ഇത്രയധികം മഴ പെയ്യുന്ന ഒരു മേഘാലയ ആയിട്ട് കൂടി. അഗെയിൻ 13th ക്വസ്റ്റ്യൻ സെയിം ചാപ്റ്ററിൽ നിന്നാണ്. ചേരാപുഞ്ചി സെ ആയാ ഹൂ. ദാറ്റ് മീൻസ് 4 ക്വസ്റ്റ്യൻസ് പാർട്ട് എയിൽ ഈ ഒരു സെയിം ചാപ്റ്ററിൽ നിന്നാണ് ചേരാപുഞ്ചി സെ ആയാ ഹൂ. അതിലെ ക്വസ്റ്റ്യൻ എന്താണ്. നോങ്ക്രേം നൃത്യക്ക് ക്യാ വിശേഷത. അത് പേജ് 98 പറയുന്നുണ്ട്. നോങ്ക്രേം എന്ന് വെച്ചാൽ ഖാസിയോं का एक नृत्य है. ഖാസി പർവ്വതത്തിൽ താമസിക്കുന്നവരാണ് അവർ. ആ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ് ഈ നോങ്ക്രേം നൃത്യ. അതവരുടെ പ്രമുഖ നൃത്യമാണ്. അത് 5 दिन धार्मिक उत्सव के अवसर पर किया जाता है. समूह नृत्य में कई जोड़े स्त्री पुरुष पाँव थिरक उठते हैं. ഒരു ഗ്രൂപ്പ് ഡാൻസ് ആണത്. സ്ത്രീകളും പുരുഷന്മാരും എല്ലാം പങ്കുചേരുന്ന ഒരു ഗ്രൂപ്പ് ഡാൻസാണ്. അതൊരു 5 ദിവസത്തെ ഒരു റിലീജിയസ് ഫെസ്റ്റിവലിനെ ബേസ് ചെയ്താണ് ഈ ഡാൻസ് നോങ്ക്രേം. എന്താണത്. നമ്മൾ ഓണത്തിന് നമ്മൾ നല്ലൊരു വിളവെടുപ്പിന് ഈശ്വരന് നന്ദി പറയുകയും അടുത്ത ഒരു വിളവെടുപ്പ് നല്ലതായിരിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ചെയ്യുന്ന ഒരു റിലീജിയസ് ഫെസ്റ്റിവലാണ്. അതിൽ ഉള്ള ഡാൻസാണ് നോങ്ക്രേം. നൃത്യ और उत्सव के जरिए ശാന്തി और സമ്പന്നത की कामना की जाती है. ഡാൻസിലൂടെ, ഈ ഒരു ഗ്രൂപ്പ് ഡാൻസിലൂടെ സ്ത്രീയും പുരുഷന്മാരും ഉള്ള നൃത്യത്തിൽ, ഈ നോങ്ക്രേം നൃത്യത്തിൽ ശാന്തി और സമ്പന്നത की कामना की जाती है और अच्छी फसल के लिए ईश्वर को धन्यवाद दिया जाता है. നല്ലൊരു വിളവെടുപ്പ് തന്നതിന് ഈശ്വരനെ നന്ദി പറയാണ്. अगेन पार्ट बी 22nd क्वेश्चन, चेरापुंजी की प्राकृतिक सुषमा का उल्लेख कीजिए. चेरापुंजी की प्राकृतिक सुषमा का उल्लेख कीजिए. चेरापुंजी की प्राकृतिक सुषमा
ചാപ്റ്ററിൻ്റെ മുമ്പിലുള്ള പാഠ് സാറിൽ വളരെ ഷോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നത് യഹാ കെ വനക്ഷേത്ര, ഝർണെ, ജൽപ്രപാത് തഥാ സുന്ദർ പർവ്വത് ശൃംഖലായ് ചെറാപുഞ്ചിയുടെ വിശേഷതകളാണ്. വനപ്രദേശങ്ങൾ, അതുപോലെ അരുവികൾ, അതുപോലെ ജലപ്രപാത്, ഈ ഒരു വാട്ടർഫോൾസ്, സുന്ദർ പർവ്വത് ശൃംഖല, ये सब चेरापूंजी की सुंदरता है, प्राकृतिक सुंदरता है. पार्ट सी 27th क्वेश्चन, चेरापूंजी से आया हूँ यात्रा वृत्तांत में चित्रित അനുഭവവും पर പ്രകാശ് डालिए. 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ചെറാപുഞ്ചി സെ ആയാ ഹൂ ഒരു യാത്രാ വൃത്താന്താണ്. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഏതൊരു യാത്രാ വിവരണവും ഒരുപാട് അനുഭവങ്ങൾ മനുഷ്യർക്ക് തരും. യാത്ര മനുഷ്യർക്ക് ഒരുപാട് പുതിയ പുതിയ അനുഭവങ്ങൾ തരും. പുതിയ സ്ഥലത്തിൽ പുതിയ കൾച്ചർ, അവിടുത്തെ കാലാവസ്ഥ, അവിടുത്തെ ഭക്ഷണ രീതി, അവിടുത്തെ മനുഷ്യരുടെ ഓരോ പ്രത്യേകതകൾ, അവിടുത്തെ നൃത്യം, അങ്ങനെ പല രീതിയിലുള്ള അനുഭവങ്ങൾ പ്രദീപ് പന്തിനും കിട്ടിയിട്ടുണ്ട് ഈ ചെറാപുഞ്ചി സെ ആയാ ഹൂ എന്ന യാത്രാവൃത്താന്തിലൂടെ. അപ്പോൾ അത് വളരെ വിശദമായിട്ട് തന്നെ എഴുതേണ്ടിയിരിക്കുന്നു. ഒരുപാട് അനുഭവങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് സ്വച്ഛ സുന്ദർ പർവ്വതീയ നഗരാണ് മേഘാലയ. മേഘാലയ എന്ന് തന്നെ തുടങ്ങണം. മേഘാലയ എന്ന് പറഞ്ഞാൽ മേഘോം കാ ആലയ, ഒരുപാട് ക്ലൗഡ്സ് ആൽ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് മേഘാലയ. അവിടെ അദ്ദേഹത്തിന് സ്വച്ഛ സുന്ദർ പർവ്വതീയ നഗറാണ് കാണാൻ പറ്റിയത്. വളരെ ക്ലീനും വളരെ ഫ്രഷും. ഞാൻ ആ വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറഞ്ഞു. അവിടെയാണ് ഏഷ്യയിലെ തന്നെ ക്ലീനസ്റ്റ് വില്ലേജായിട്ട് ഡിക്ലെയർ ചെയ്ത വില്ലേജ്. എന്ത് മനോഹരമാണ് ആ വില്ലേജ് കാണാൻ. ഈ ക്ലിപ്പിങ്സ് എല്ലാം ആ വില്ലേജിൻ്റെയാണ്. അപ്പോൾ അവിടെ വളരെ ക്ലീനാണ്. അത് 14 വർഷം മുമ്പ് അവിടെ പ്ലാസ്റ്റിക് ഫ്രീ ആണ് പോലും. നരേന്ദ്രമോദിജി അത് സ്വച്ഛ് ഭാരത് അഭിയാനിൽ ഈ ഒരു വില്ലേജിനെ പറ്റി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ വില്ലേജേഴ്സിൻ്റെ ഒരു ക്ലെൻലിനെസ് അത് പറയാം. പിന്നെ പോകുന്ന വഴികളെല്ലാം സർപ്പാക്കാർ വഴിയാണ്. ഇങ്ങനെ നമ്മൾ ഹെയർ പിൻ ബെൻഡ് എന്നൊക്കെ പറയില്ലേ, നമ്മൾ മൂന്നാർ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ ഉള്ള പോലെ. അതുപോലെ ദോനോ ഓർ പർവ്വതോ സെ ഘിരാ മാർഗ് ഹെ, സർപ്പത്തിൻ്റെ ഷേപ്പിലുള്ള വഴികളാണ്. ബാദൽ ഹി ബാദൽ, ബീച്ച് ബീച്ച് മേ ബാരിഷ്, അതും ഒരു അനുഭവമാണ്. എല്ലായിടവും മേഘങ്ങളാൽ നിറഞ്ഞിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യും, പിന്നെ വെയിൽ വരും. മഴ വെയിൽ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. പിന്നീട് ഒരു പുതിയ അനുഭവം അവിടെ കിട്ടിയത്, ഇത്രയും മഴ പെയ്യുന്ന സ്ഥലമാണെങ്കിലും 50% ഗ്രാമങ്ങളിൽ ഇതുവരെ അവിടെ കറണ്ട് എത്തിയിട്ടില്ല എന്നുള്ള അതൊരു പുതിയ അറിവാണ്. അത്ഭുതം പെടുത്തുന്ന ഒരു അറിവാണ്. അത് പറയുന്നുണ്ട്. പിന്നെ മൂടൽമഞ്ഞ് വഴിയിലെല്ലാം, പഹാഡോമേ കുഹരെ എന്ന് പറയുമ്പോൾ മൂടൽമഞ്ഞ്, അവിടുത്തെ രീതി റിവാസ്, അവിടുത്തെ കൾച്ചർ, അവിടുത്തെ ഡാൻസ്. പിന്നെ മായ്തി ബസാർ എടുത്തു പറയണം. അതൊരു പുതിയ അനുഭവമാണ്. സ്ത്രീകൾ മാത്രം വിൽപ്പന നടത്തുന്ന ഒരു മാർക്കറ്റ്, അതാണ് മായ്തി ബസാർ. പിന്നെ വാട്ടർഫോൾസ് ഒരുപാടുണ്ട് അദ്ദേഹത്തിൻ്റെ, അത് നല്ലൊരു അനുഭവമാണ്. മോസ്മായി പ്രപാത്തുണ്ട്, ഒരുപാട് വാട്ടർഫോൾസ് ഉണ്ട് അവിടെ. പിന്നീട് അവിടെ നിന്ന നെയ്ബറിങ് കൺട്രി കാണാം, ബംഗ്ലാദേശ് കാണാം, ബംഗ്ലാദേശിൻ്റെ കുറച്ച് ഭാഗം കാണാം. അതുമെല്ലാം പ്രദീപ് പന്തിന് ഈ ഒരു യാത്രയിലൂടെ കിട്ടിയ പുതിയ അനുഭവമാണ്. ചെറാപുഞ്ചി സമുദ്ര കി സतह से 1300 മീറ്റർ ऊपर है. അപ്പോൾ അതുകൊണ്ട് തന്നെ സബ്സിയധിക് വർഷ വാലെ സ്ഥാൻ കെ ലിയെ പ്രസിദ്ധ ഹെ, അതും എടുത്ത് പറയാം. പിന്നെ നോങ്ക്രീം നൃത്യം, അവിടുത്തെ ഈ വിളവെടുപ്പിനോടനുബന്ധിച്ച് നടത്തുന്ന സ്ത്രീയും പുരുഷന്മാരും ഒരേപോലെ നൃത്ത ചുവട് വെക്കുന്ന ആ ഒരു പ്രത്യേക നൃത്യം, അതുമെല്ലാം പുതിയ അനുഭവമായിരുന്നു പ്രദീപ് പന്തിന്. പിന്നെ മോസ്മായി ഗ്രാമത്തിലെ ഗുഹകൾ, കേവ്സ്, ആ ഗുഹകളിൽ അത് വളരെ പ്രസിദ്ധമാണ്. മോസ്മായി കേവ്സ്, ഈ കാണുന്നതാണ് മോസ്മായി കേവ്സ്. അവിടെ നാച്ചുറൽ ശിവലിംഗങ്ങൾ ഒരുപാടുണ്ട്. ഇങ്ങനത്തെ അതെല്ലാം വളരെ അട്രാക്റ്റീവായിരുന്നു. പിന്നെ ഈ ഗുഹകൾക്കകത്ത് കയറാൻ വേണ്ടി തീപ്പന്തത്തിനുള്ള മഷാൽ എന്ന് പറയും, അത് വിൽക്കുന്ന കൊച്ചു ഗ്രാമീണ കുട്ടികൾ. ഇതെല്ലാം ഈ ഒരു യാത്രാവൃത്താന്തത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ അനുഭവമാണ്. പിന്നെ എടുത്തു പറയുന്നത്, അദ്ദേഹം ഈ യാത്ര കഴിഞ്ഞ് തിരിച്ച് തൻ്റെ നാട്ടായ ഡൽഹിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹം പറയുന്നത്, നമ്മൾ തന്നെ നിർമ്മിച്ച ഈ സിറ്റി, കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിക്കുന്ന ഈ സിറ്റി ആകെ ഒരു പൊള്യൂട്ടഡാണ്, വളരെയധികം വീർപ്പ് മുട്ടുന്നതാണ്. എന്നാലും നമ്മളവിടെ ജീവിക്കാൻ വിധിക്കപ്പെട്ടതാണ്. ഇത്രയും ഫ്രഷ് എയർ കിട്ടുന്ന ഒരു മേഘാലയയിൽ പോയപ്പോഴാണ്, ചെറാപുഞ്ചിയിലൊക്കെ പോയി വന്നപ്പോഴാണ് പ്രദീപ് പന്തിന് ആ ഒരു കോൺട്രാസ്റ്റ് മനസ്സിലായത്. നമ്മൾ ശ്വസിക്കുന്ന വായുവും അവിടുത്തെ സ്വച്ഛവായുവും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്.
അപ്പോൾ ഇതൊക്കെ വിശാലമായിട്ട് എഴുതാം. पार्ट ए 14th क्वेश्चन, सबसे बड़ा आदमी गद्य की किस विधा की रचना है, इसका रचनाकार कौन है? सबसे बड़ा आदमी നമുക്കറിയാം ഭഗവതി ചരൺ വർമ്മയാണ് രചനാക്കാർ. കിസ് വിധ की रचना है, അതൊരു ഏകാംകിയാണ്, 1 act പ്ലേ ആണ്. अगेन 15th क्वेश्चन, सबसे बड़ा आदमी के पात्र राधे और शंकर किस बात को लेकर तर्क करते हैं? അപ്പോൾ ആ 1 act പ്ലേയിൽ രാധെ और शंकर വിശ്വവിദ്യാലയ के 2 छात्राണ്. അതിൽ शंकर नेपोलियन को सबसे बड़ा आदमी मानता है और राधे अंग्रेज़ी कवि शेल्ली को सबसे बड़ा आदमी मानता है. उन दोनों के बीच इसी बात को लेकर तर्क होता है. अगेन पार्ट बी 18 क्वेश्चन, सबसे बड़ा आदमी का व्यंग्य समझाइए. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആൾ ആരാണ്? മറ്റുള്ളവരെ എല്ലാം വിഡ്ഢിയാക്കി അവരുടെ കീശ കാലിയാക്കുന്ന വ്യക്തിയാണ് സബ്സെ ബഡ ആദ്മി. ഗാന്ധിവാദി ആദർശങ്ങളെ വിശ്വസിക്കുന്ന ആളല്ല സബ്സെ ബഡ ആദ്മി. നെപ്പോളിയനെ ആരാധിക്കുന്ന ആളല്ല, ഷെല്ലിയെ ആരാധിക്കുന്ന ആളല്ല, മാർക്സിസത്തിൽ വിശ്വസിക്കുന്ന ആളല്ല. സബ്സെ ബഡ ആദ്മി വഹി ഹൈ ജോ ദൂസറോं को ठग कर दूसरों की जेब खाली करने में समर्थ होता है. അതാണ് അതിൻ്റെ വ്യംഗ്യം. സബ്സെ ബഡ ആദ്മി ചാപ്റ്ററിൽ പാർട്ട് സിയിൽ ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ ഡോമിൻ കാക്കിനെ ബേസ് ചെയ്ത് പാർട്ട് എയിൽ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. പാർട്ട് ബിയിൽ ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ 21 ആണ്. ഡോമിൻ കാക്കി മേ ചിത്രിത് ജാതിവാദ് की समस्या पर प्रकाश डालिए. അപ്പം നമ്മൾ വളരെ വിശാലമായി നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. പാർട്ട് സിയിലും ഡോമിൻ കാക്കിയുടെ ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ഫസ്റ്റ് സെം BCom BBA നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണും എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത്, എങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. അപ്പോൾ ഈ ഒരു മാതൃകയിൽ നമ്മളിപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്കിതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, വളരെ നിഷ്പ്രയാസം എക്സാം എഴുതാവുന്നതേ ഉള്ളൂ. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും എക്സാം എഴുതുന്നതിന് മുമ്പ് നിങ്ങളുടെ കോഴ്സ് കോഡ് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ടൈറ്റിലും കോഴ്സ് കോഡും, നിങ്ങളുടെ ടൈറ്റിൽ പ്രോസ് ഫോംസ് ഇൻ ഹിന്ദി ലിറ്ററേച്ചറാണ്, അതുപോലെ നിങ്ങളുടെ കോഴ്സ് കോഡ് HIN 180702. അപ്പോൾ ഇത് തെറ്റാൻ പാടില്ല. എക്സാം എഴുതുന്നതിന് മുമ്പ് അത് ശ്രദ്ധിക്കുക. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ടെക്സ്റ്റിന് മുമ്പിലുള്ള ഓരോ ഓതേഴ്സിൻ്റെയും അല്പം അവരുടെ സാഹിത്യക് രചനകൾ, അവരുടെ കോൺട്രിബ്യൂഷൻസ്, പേര് ബൈഹാർട്ട് ചെയ്യണം. പിന്നെ ഓരോ ചാപ്റ്ററിന് മുമ്പിലുള്ള പാഠ സാർ അല്ലെങ്കിൽ അതിൻ്റെ ആ ചാപ്റ്ററിനെ പറ്റിയുള്ള ഒരു സംക്ഷിപ്ത രൂപം അതിൽ പറയുന്നുണ്ട്. അത് വളരെ നല്ലതാണ്. അതും കൂടെ വെച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. ബെസ്റ്റ് ഓഫ് ലക്ക്.